പവൻ ഗോൾഡ് തിരൂർ. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറത്ത് ശിവരാത്രി ഗാനമേളയ്ക്കിടെ രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ മൂന്നാം ദിവസം പിടിയിലായി. രണ്ടുപേരെ നരിപ്പറമ്പിൽ നിന്നും ഒരാളെ കോയമ്പത്തൂരിൽ നിന്നുമാണ് ഒളിവിൽ കഴിയുന്നതിനിടെ പിടികൂടിയത്. കത്തിക്കുത്തിൽ ഗുരുതര പരിക്കേറ്റ രണ്ടുപേരും ചികിത്സയിൽ കഴിയുകയാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് കുറ്റിപ്പുറം മാത്തൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഗാനമേളയ്ക്കിടെ വാക്കുതർക്കത്തെ തുടർന്ന് രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച 3 പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ മൂന്നാം ദിവസം 3 പേരും പോലീസിന്റെ വലയിലായി. നരിപ്പറമ്പ് സ്വദേശികളായ അയ്യപ്പൻകളത്തിൽ യഹിയ, വളവത്ത് വളപ്പിൽ ശ്രീരാഗ്, അതളൂർ സ്വദേശി വലിയ വളപ്പിൽ മുബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. യഹിയ കോയമ്പത്തൂരിൽ നിന്നും മുബഷീറും ശ്രീരാഗും നരിപ്പറമ്പിൽ ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്നുമാണ് പിടിയിലായത്. കത്തിക്കുത്തിൽ പരിക്കേറ്റ 2 പേരുടെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സംഭവശേഷം പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. തുടർന്ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് 50ഓളം ലോഡ്ജുകളിലാണ് യഹിയ്ക്കായി പരിശോധന നടത്തിയത്. തുടർന്ന് ലോഡ്ജ് രജിസ്റ്ററിൽ കണ്ട പൊന്നാനി, നരിപ്പറമ്പ് സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് യഹിയ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു 2 പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. കുറ്റിപ്പുറം SHO കെ നൌഫൽ, SI KS സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ASI ജയപ്രകാശ്, SCPO പ്രദീപ്, CPO ഹൈഡ്രിൻ കർവാലിയ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തി തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, വളാഞ്ചേരി.